പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 30 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിന്നും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കും. ദ ക്യൂരിയോസിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആകാംക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ബെസ്റ്റ് മാർച്ചിങ് കണ്ടിജൻസ് ആൻഡ് ടാബ്ലോ ഓഫ് RD പരേഡ് 2025. 2025 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മികച്ച മാർച്ചിങ് കണ്ടിജൻറ്റുകളും ടാബ്ലോകളും. എല്ലാ വർഷവും RD പരേഡ് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുന്ന അവാർഡ്സ് ആണ് ടാബ്ലോ ആയിട്ടുള്ളതും. ഏറ്റവും മികച്ച ടാബ്ലോ അതുപോലെ തന്നെ ഏറ്റവും മികച്ച മാർച്ചിങ് കണ്ടിജൻറ്റ് ഏതാണെന്ന് ഈ പ്രാവശ്യം അത് പ്രഖ്യാപിച്ചു. നമുക്ക് നോക്കാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം എന്താണെന്ന്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏത് സംഘത്തെയാണ് ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായി പ്രഖ്യാപിച്ചത്? ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ സംഘത്തെ. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ കണ്ടിജൻറ്റ് ദ ബെസ്റ്റ് കണ്ടിജൻറ്റ് മാർച്ചിങ് കണ്ടിജൻറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ RD പരേഡ് ജനുവരി 26 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ CAPF മറ്റു സഹായ സേനകളിൽ ഏത് സംഘത്തെയാണ് മികച്ച മാർച്ചിങ് സംഘമായി പ്രഖ്യാപിച്ചത്? CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓക്സിലറി ഫോഴ്സിൽ ഏറ്റവും മികച്ച മാർച്ചിങ് കണ്ടിജൻറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡൽഹി പോലീസ് മാർച്ചിങ് കണ്ടിജൻറ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാർച്ചിങ് കണ്ടിജൻറ്റ് ഇത് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ കണ്ടിജൻറ്റ് ആണെങ്കിൽ CAPFൻ്റെ കീഴിൽ വരുന്ന ഓക്സിലറി ഫോഴ്സ് അതായത് CISF, CRPF, ആസാം പോലീസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, SSB ഇവയെല്ലാം CAPFൻ്റെ അണ്ടറിലാണ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. ഇത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് CAPF. മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ യൂണിയൻ മിനിസ്റ്റർ ആണ് അമിത് ഷാ. ഡൽഹി പോലീസ് മാർച്ചിങ് കണ്ടിജൻറ്റ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള RD പരേഡിൽ ദ ബെസ്റ്റ് മാർച്ചിങ് കണ്ടിജൻറ്റുള്ള അവാർഡ് നേടിയിട്ടുള്ളത്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ ഏത് സംഘമാണ് മികച്ച ടാബ്ലോ നേടിയത്? ഉത്തർപ്രദേശിൻ്റെ മഹാകുംഭ് 2025 സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്ന ഈ ഒരു ടാബ്ലോ കുംഭമേളയെ ബന്ധപ്പെട്ട ഒരു ടാബ്ലോയ്ക്കാണ് ഈ അവാർഡ് നേടിയിട്ടുള്ളത്. കുംഭമേള നമുക്കറിയാം. കുംഭമേള ഇപ്പോൾ UPയിലെ അലഹാബാദ് അതായത് ഇപ്പോഴത്തെ പുതിയ പേര് പ്രയാഗ്രാജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടാബ്ലോ ആണ് UPയുടെ പ്രാവശ്യത്തെ ടാബ്ലോ ആണ് ദ ബെസ്റ്റ് ടാബ്ലോ ആയിട്ട് എടുത്തിട്ടുള്ളത്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ടാബ്ലോ നേടിയ ടാബ്ലോ ഏതാണ്? ഗോത്രകാര്യ മന്ത്രാലയം ജൻജാതീയ ഗൗരവ് വർഷ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ് ജൻജാതീയ ഗൗരവ് വർഷിൻ്റെ ടാബ്ലോ ആണ് മിനിസ്ട്രീസിൻ്റെ അല്ലെങ്കിൽ മിനിസ്ട്രിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദ ബെസ്റ്റ് ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ 2025 ജനുവരി 26 മുതൽ 28 വരെ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ ഏത് ടാബ്ലോയാണ് മികച്ച ടാബ്ലോയായി വിലയിരുത്തിയത്? ഗുജറാത്തിൻ്റെ ടാബ്ലോ സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് എന്നതാണ് ഈ പ്രാവശ്യത്തെ തീം. ഇതനുസരിച്ച് വോട്ടിങ്ങിലൂടെ അതായത് ഓൺലൈനിലൂടെ ദ ബെസ്റ്റ് ടാബ്ലോ ആയിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ടാബ്ലോ എന്ന് പറയുമ്പോൾ ഗുജറാത്തിൻ്റെ ടാബ്ലോ ആണ്. അതുകൊണ്ട് ഓൺലൈൻ ആ ഒരു കാറ്റഗറിയിൽ ലഭിച്ചിട്ടുള്ളത് ഗുജറാത്തിനാണ്. അപ്പം ദ ബെസ്റ്റ് ടാബ്ലോ ഒന്ന് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സിൻ്റെ, ഗുജറാത്തിൻ്റെ, അതേപോലെ UPയുടെയൊക്കെയാണ് ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ടാബ്ലോ. ദ ബെസ്റ്റ് മാർച്ചിങ് കണ്ടിജൻറ്റ് ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ കണ്ടിജൻറ്റ്, ഡൽഹി പോലീസ് മാർച്ചിങ് കണ്ടിജൻറ്റ്, ഡിഫൻസിൻ്റെ ആണെങ്കിൽ സിഗ്നൽസിൻ്റെ ഒരു കണ്ടിജൻറ്റാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവ് ടു ബി സെലിബ്രേറ്റഡ് ഓൺ 29 ജനുവരി 2025. 2025 ജനുവരി 29 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം. ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് നോക്കാം കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. 2025 ജനുവരി 29 മുതൽ ഏത് സംസ്ഥാനത്താണ് അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവ് 2025 നടക്കുക? ഹരിയാന. 7 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ആണ് ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവ്. ജനുവരി 29 അതായത് ഇന്നലെ ആരംഭിച്ചു. ഹരിയാനയിലാണ് 2025 ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവ്. 2025 അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം ആരാണ് സംഘടിപ്പിക്കുന്നത്?
ഹരിയാന സരസ്വതി പൈതൃക വികസന ബോർഡ്. ഹരിയാന സരസ്വതി ഹെറിറ്റേജ് ഡെവലപ്മെന്റ് ബോർഡ് ആണ് ഇന്റർനാഷണൽ സരസ്വതി മഹോത്സവ് ജനുവരി 29 ആരംഭിച്ചിട്ട് 7 ഡേയ്സിന്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഹരിയാനയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നായിബ് സിംഗ് സൈനി. ഹരിയാനയുടെ ദ കറന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന, ദാറ്റ് ഈസ് നായിബ് സിംഗ് സൈനി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് UAE പ്രസിഡന്റ് ഡിക്ലെയർസ് 2025 ദ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി. UAE പ്രസിഡന്റ് 2025 സമൂഹത്തിന്റെ വർഷം ആയി പ്രഖ്യാപിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സമൂഹത്തിന്റെ വർഷമായി പ്രഖ്യാപിച്ച അറബ് രാഷ്ട്രം ഏതാണ്? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന ആ ഒരു വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. UAE കുറിച്ച് പറയുകയാണെങ്കിൽ UAEയുടെ ക്യാപിറ്റൽ ആണ് അബുദാബി. കറൻസി UAE ദിറം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദിറം ആണ് കറൻസി. 2023 കണക്കനുസരിച്ച് 95.2 ലക്ഷമാണ് UAEയുടെ ജനസംഖ്യ. 2025 സമൂഹത്തിന്റെ വർഷമായി പ്രഖ്യാപിച്ച UAE പ്രസിഡന്റിന്റെ പേര് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. UAE രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. അദ്ദേഹമാണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ആസാം സെക്കൻഡ് ക്യാപിറ്റൽ അനൗൺസ്ഡ്. ആസാമിന്റെ രണ്ടാമത്തെ തലസ്ഥാനം പ്രഖ്യാപിച്ചു. ആസാം എന്ന സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ ക്യാപിറ്റൽ ആണ് ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ജനുവരി 26 പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിന്റെ അഭിപ്രായത്തിൽ ആസാമിന്റെ രണ്ടാമത്തെ തലസ്ഥാനം ഏതാണ്? ദിബ്രുഗഡ്. ഈ കഴിഞ്ഞ ജനുവരി 26 ആസാമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് പ്രഖ്യാപിച്ചത്, അതായത് ആസാമിന്റെ രണ്ടാമത്തെ ക്യാപിറ്റൽ ആയിരിക്കുള്ളൂ ദിബ്രുഗഡ്. ആസാമിന്റെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ ആണ് ദിസ്പൂർ. ആസാമിന്റെ തന്നെ പറയുമ്പോൾ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ അത് ഗുവാഹട്ടിയാണ്. ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും പ്രതീക്ഷിക്കും ഗുവാഹട്ടി ആയിരിക്കുമെന്ന്. എന്നാൽ ഗുവാഹട്ടി അല്ല, ദിബ്രുഗഡ് ആണ് ആസാമിന്റെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിട്ട് ഇപ്പോൾ ആസാമിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതു വർഷത്തോടെ ദിബ്രുഗഡ് ആസാമിന്റെ രണ്ടാമത്തെ തലസ്ഥാനമാകും? 2027. 2027 കൂടി ആസാമിന്റെ രണ്ടാമത്തെ തലസ്ഥാനമായിട്ട് മാറും ദിബ്രുഗഡ്. ഒരു അസംബ്ലി സെഷൻ ഇനി എല്ലാ വർഷവും അവിടെയായിരിക്കും നടക്കാൻ പോകുന്നത്. 2027 മുതൽ ഒരു അസംബ്ലി സെഷൻ നടക്കാൻ പോകുന്നത് ആസാമിന്റെ ക്യാപിറ്റൽ ആകാൻ പോകുന്ന ദിബ്രുഗഡ് ആയിരിക്കുള്ളൂ. ഈ പ്രാവശ്യത്തെ RD പരേഡിന്റെ സെലിബ്രേഷൻ നടന്നതും ദിബ്രുഗഡിൽ വെച്ചാണ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് മനുഷ് ഷാ ദിയ ചിറ്റാലെ ക്രൗണ്ട് നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻസ്. മനുഷ ഷാ ദിയ ചിറ്റാലെ ദേശീയ ടേബിൾ ടെന്നീസ് ചാമ്പ്യന്മാരായി കിരീടം ചൂടി. ടേബിൾ ടെന്നീസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ സിംഗിൾസ് ചാമ്പ്യന്മാരായി ഉയർന്നു വന്നത് ആരാണ്? മനുഷ് ഷായും ദിയ ചിറ്റാലയും. ഇന്ന് നാഷണൽ ലെവലിൽ പെർഫോം ചെയ്യുന്ന രണ്ട് താരങ്ങളാണ് മനുഷ് ഷാ, ദിയ ചിറ്റാലെ. ഈ കഴിഞ്ഞ സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇവർ രണ്ടുപേരാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ അതായത് കിരീടം ചൂടിയിട്ടുള്ളത്, ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. 86ാമത്തെ സീനിയർ നാഷണൽ ഇന്റർ സ്റ്റേറ്റ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2024 2025 ജനുവരി 19 മുതൽ ജനുവരി 26 വരെ എവിടെയാണ് സംഘടിപ്പിച്ചത്? സൂറത്ത്, ഗുജറാത്ത്. ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു 86ാമത്തെ സീനിയർ നാഷണൽ ഇന്റർ സ്റ്റേറ്റ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1926. 1926 ടേബിൾസ് ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതായത് TTFI, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഒഡീഷ വാരിയേഴ്സ് വിൻ ഫസ്റ്റ് വിമൻസ് ഹോക്കി ഇന്ത്യ ലീഗ് ടൈറ്റിൽ. ഒഡീഷ വാരിയേഴ്സ് വിൻ ഫസ്റ്റ് വിമൻസ് ഹോക്കി ഇന്ത്യ ലീഗ് ടൈറ്റിൽ. ഹോക്കി ഇന്ത്യ ലീഗ് കിരീടം നേടിയിട്ടുള്ള ടീം എന്ന് പറയുമ്പോൾ അത് ഒഡീഷ വാരിയേഴ്സ് ആണ്. ആദ്യത്തെ ഒരു മത്സരമായിരുന്നു. ഇതിലാണ് ഒഡീഷ വാരിയേഴ്സ് ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 ഉദ്ഘാടന പതിപ്പ് ഏത് ടീമാണ് നേടിയത്? ഒഡീഷ വാരിയേഴ്സ്. ദ ഫസ്റ്റ്
എഡിഷൻ ആയിരുന്നു, ആദ്യത്തെ പതിപ്പായിരുന്നു വിമൻസ് ഹോക്കി ഇന്ത്യ ലീഗിന്റെ മത്സരം. ഇതിൽ ഒഡീഷ വാരിയേഴ്സ് ആണ് വിജയിച്ചിട്ടുള്ളത്. വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 എവിടെയാണ് നടന്നത്? റാഞ്ചി, ജാർഖണ്ഡ് ക്യാപിറ്റൽ ആയിട്ടുള്ള റാഞ്ചിയിലാണ് വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് മത്സരം നടന്നിട്ടുള്ളത്. വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് 2024-25 ഉദ്ഘാടന പതിപ്പിൽ ഒഡീഷ വാരിയേഴ്സ് ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? JSW സൂർമ ഹോക്കി ക്ലബ്. ആദ്യത്തെ ഉദ്ഘാടന വർഷമായിരുന്നു ഹോക്കി ഇന്ത്യ ലീഗിന്റെ, വിമൻസ് ഹോക്കി ഇന്ത്യ ലീഗിന്റെ. ഇതിൽ ഒഡീഷ വാരിയേഴ്സ് ആണ് JSW സൂർമ ഹോക്കി ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ മത്സരം നടന്നിട്ടുള്ളത് ജാർഖണ്ഡിലെ റാഞ്ചിയിലാണ്. നമ്മളിന്ന് ഏതാണ്ട് 19 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.